സപ്ലൈകോയുടെ റംസാൻ ഈസ്റ്റർ ഉത്സവ ചന്തകൾക്ക് തുടക്കമായിട്ടും സാധനങ്ങളില്ല. 13 സബ്സിഡി ഇനങ്ങളിൽ തിരുവനന്തപുരത്തെ ചന്തകളിൽ 5 ഇനങ്ങൾ മാത്രം. കൊച്ചിയിൽ 3 ഇനങ്ങളും മാത്രമാണുള്ളത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസും ഒപ്പം കൊച്ചിയിൽ നിന്ന് കിരൺ കുമാറും ചേരുന്നുണ്ട്. ആദ്യം ടിൻഡുവിലേക്ക് പോവുകയാണ്. ടിൻഡു, ഈ ഈസ്റ്റർ വിഷുക്കാലവും ഉത്സവക്കാലവും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പട്ടിണി തന്നെയാണ്. തീർച്ചയായും രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപമുള്ള അവിശ്വസനീയമായ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുള്ള സപ്ലൈകോയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഇവിടെ 5 ഇന സാധനങ്ങളാണ്, 13 ഇന സാധനങ്ങളിൽ 5 ഇന സാധനങ്ങളാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. അതായത് നിലവിലെ സബ്സിഡി സാധനങ്ങളിൽ 5 ഇന സാധനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അരി, അതുപോലെ തന്നെ പയർ, ഉഴുന്ന്, കടല തുടങ്ങിയ 5 ഇന സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് ടെൻഡർ ലഭിച്ചിരുന്നുവെങ്കിലും ഈ സബ്സിഡി ഇന പഞ്ചസാര വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈസ്റ്റർ റംസാൻ വിഷു ചന്തയിൽ ഏതാണ്ട് 14ഓളം സാധനങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 300 രൂപയിലെ മുളകിന് 275 രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു അറിയിച്ചത്. അത്തരത്തിൽ ഗ്രീൻ പീസ് കടല, വെള്ളക്കടല, അതുപോലെ തന്നെ ചെറുപയർ തുടങ്ങിയ സാധനങ്ങൾക്കും വമ്പൻ വിലക്കുറവ് പ്രഖ്യാപിച്ചത്. പക്ഷേ അത്തരം സാധനങ്ങളൊന്നും ഉത്സവകാലത്തിന് പ്രഖ്യാപിച്ച സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നിലവിലിപ്പോൾ നേരത്തെ നൽകിയിരുന്ന ശബരി റൈസ്, നേരത്തെ നൽകിയിരുന്ന 29 രൂപയുടെ സബ്സിഡി അരി മാത്രമാണ് നിലവിൽ ഈ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത്. അതായത് സബ്സിഡി പ്രഖ്യാപിച്ചിരുന്ന അരിയും റൈസും, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന റൈസും രണ്ടും ഒരരിയായിട്ട് തന്നെയാണ് വിലക്കുറവിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലിവിടെ ഇപ്പോൾ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു ഇന അരി മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ 13 ഇന സാധനങ്ങളിൽ 5 ഇന സാധനങ്ങൾ മാത്രമേ സപ്ലൈകോ വഴി നൽകുന്നുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഉത്സവകാലങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്ന വിലക്കുറവ് സാധനങ്ങൾ ഇതുവരെ സപ്ലൈകോയിൽ എത്തിയിട്ടില്ല. പ്രധാനമായും 3 വിഭാഗം കാർഡുകളാണുള്ളത്: മഞ്ഞ, പിങ്ക്, അതോടൊപ്പം തന്നെ നീല, വെള്ള കാർഡ്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ ഒന്നും പൂർണ്ണമായില്ല. മഞ്ഞ കാർഡുകാർക്ക് ലഭിക്കുന്ന അരി മാത്രമേ ഉള്ളൂ. അത്തരം സാധനങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് ഈ ഉത്സവ സീസണിന് മുന്നോടിയായിട്ട് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ധനവകുപ്പിൽ നിന്നും നിരവധി തവണ ഭക്ഷ്യവകുപ്പ് സബ്സിഡി സാധനങ്ങൾ ടെൻഡർ എടുക്കുന്ന കരാറുകാർക്ക് തുക നൽകാനായിട്ട് നിരവധി തവണ ധനവകുപ്പിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ തുക ലഭിച്ചു കിട്ടാത്തതാണ് ഇത്തരത്തിൽ കുടിശ്ശിക വരാൻ കാരണമായിട്ടുള്ളതാണ്. സബ്സിഡി സാധനങ്ങളൊക്കെ വേറെ ഉഴുന്നുകൊണ്ട് മല്ലിയും പയറുകളും, അത് അര കിലോ ഇതാ വില കൂടുതൽ. ഉഴുന്നുണ്ട്, മല്ലിയുണ്ട്, ഇത് രണ്ടേ ഉള്ളു. പിന്നെ പയറും അര കിലോ, എല്ലാം അര കിലോ ഇതാ. അത് വിലയും കൂടുതൽ. ഉത്സവകാലത്ത് വില കുറച്ച് നൽകുന്ന പ്രഖ്യാപനം അത്ര സാധനങ്ങളുണ്ടോ? ചുമ്മാ ഒന്നുമില്ല. അരി ഇപ്പൊ ഏതാ ഉള്ളത് നിലവിൽ? അരി ജയയുടെ, പച്ചരിയൊന്നുമില്ല. പഞ്ചസാരയില്ല, ഒന്നുമില്ല. വെറുതെ കയറിയിട്ട് പോവാം, അത്രേ ഉള്ളൂ. അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര വന്നിട്ടില്ല. അതുപോലെ തന്നെ നിലവിലിപ്പോൾ ഉള്ളത് മല്ലിയും അതുപോലെ തന്നെ പയറും ഉഴുന്നുമാണ്. അതും അര കിലോ വീതം. 1 കിലോയ്ക്ക് ഏതാണ്ട് 98 രൂപയ്ക്ക് മുകളിലാണ് പയറിൻ്റെ ഉഴുന്നിൻ്റെ വില. അതോടൊപ്പം തന്നെ മല്ലിയുടെ മുളകിൻ്റെ വില അതുപോലെ തന്നെയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടമായി എടുത്ത് പറയേണ്ടത് വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിലക്കുറവ് പ്രഖ്യാപിച്ച ഉത്സവകാലത്തിന് ആനുകൂല്യമായിട്ട് നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും സപ്ലൈകോയ്ക്കകത്തില്ല. അതോടൊപ്പം തന്നെ അരി, 1 ഇന അരി മാത്രമാണ് ഉള്ളത്, ജയ അരി എന്ന് പറയുന്നത് നമുക്കറിയാം. അവർ കെ റൈസിന് വേണ്ടി പ്രഖ്യാപിച്ച അരിയാണ്. ഈ അരിയും ഈ സബ്സിഡി അരിക്കൊപ്പമാണ് നൽകുന്നത്. നമുക്ക് അച്ചാച്ചാ, സബ്സിഡി സാധനങ്ങളൊക്കെ ഉണ്ടോ? സബ്സിഡി അത്ര സാറ്റിസ്ഫാക്ഷൻ അല്ല. എല്ലാ സാധനവും ഇല്ല, കുറച്ച് സാധനമേ ഉള്ളൂ. ഏതൊക്കെയാ ഉള്ളത്? നിലവിലെ ഉഴുന്നുണ്ട്, മല്ലിയുണ്ട്, പഞ്ചസാര ഇല്ല. ഇതൊക്കെ തന്നെ സബ്സിഡി എന്ന് പറയുന്നത്. അരി ജയുണ്ട്, മട്ടനുണ്ട്. അപ്പോൾ ഈ ഉത്സവകാലത്ത് നൽകാമെന്ന് വില കുറവുള്ള സാധനങ്ങൾ, ഉത്സവകാലത്ത് നൽകാമെന്ന് പറഞ്ഞ വില കുറവുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല, എല്ലാം നടക്കും.
തീർച്ചയായും രജനി, എല്ലാം നടക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചസാരയും മറ്റു സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ മലയാളിക്ക് ഏറ്റവും അത്യാവശ്യം അരിയും പഞ്ചസാരയും ഉഴുന്നും പരിപ്പും കടലയൊക്കെയാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ അളവിൽ കുറച്ചാണ് കൊടുക്കുക. അതായത് 1 കിലോ വാങ്ങേണ്ട സ്ഥാനത്ത് 1/2 കിലോ മാത്രം നൽകുക. ബാക്കി സാധനങ്ങൾ വരുമെന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. വരും ദിവസങ്ങളിലൊക്കെ അവർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എത്ര ദിവസം, ഇനിയിപ്പോൾ ഈസ്റ്ററിങ് അടുത്തു, ഏതാണ്ട് ഞായറാഴ്ചയാണ് ഈസ്റ്റർ, അതിനടുത്ത് തന്നെ റംസാനും വിഷുവൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ടിൻഡു, കാരണം പ്രതീക്ഷകൾ വയ്ക്കാം, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന സർക്കാരാണ് ഇപ്പോൾ ജനങ്ങളെ പട്ടിണിക്കിടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കെ റൈസിന്റെ കാര്യം പറഞ്ഞു, ഒപ്പം ശബരി റൈസിന്റെ കാര്യം പറഞ്ഞു, ഇതൊന്നും തന്നെ അവിടെ കാണുന്നില്ല. അപ്പം ഭക്ഷ്യവകുപ്പ് മന്ത്രി നമ്മളോട് ജനം ടിവിയോട് വരെ പ്രതികരിച്ചതാണ്, ധനവകുപ്പിന്റെ പ്രതിസന്ധിയാണ് ഇതിനൊക്കെ തന്നെ കാരണം, അതിൽ നിന്ന് പണം കിട്ടിക്കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഇലയിട്ടുണ്ണാമെന്നൊക്കെ തന്നെ. ഭക്ഷ്യമന്ത്രി ഈ ഒഴിഞ്ഞു കിടക്കുന്ന ട്രാക്കുകളൊന്നും തന്നെ കാണുന്നില്ലേ? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സപ്ലൈകോയ്ക്ക് അകത്ത്, ഞാൻ ഈ വാർത്ത തുടങ്ങുന്നതിന് അല്പം മുമ്പ് തന്നെ നമുക്ക് സപ്ലൈകോയ്ക്ക് അകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി ലഭിക്കുന്നില്ല. അത് ഈ കഴിഞ്ഞ തവണ വാർത്തകൾ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഡയറക്ടർ ഇടപെട്ട് അതൊക്കെ നിർത്തലാക്കി. അപ്പോൾ ഞാൻ മാത്രമായിട്ട് ഇതിനകത്ത് കയറി നോക്കുന്ന സമയത്ത് കുറച്ച് ലോഷനും ഉണ്ട്, സോപ്പ് മാത്രമാണുള്ളത്. അല്ലാതെ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മലയാളിക്ക് പാകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഈ ഭക്ഷ്യവകുപ്പ് തന്നെ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 1000 കോടിക്ക് പുറത്ത് രൂപ ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചു കൊടുക്കാനുണ്ട്. അതായത് ഈ കരാറുകാർക്ക്, അതായത് ടെൻഡർ വിളിച്ച് സാധനങ്ങൾ എടുക്കുന്ന കരാർ കമ്പനികൾ അല്ലെങ്കിൽ കരാറുകാർക്ക് നൽകാനുള്ളത്. ഈ പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് കരാർ നൽകാനായി ടെൻഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കരാർ കമ്പനി മാത്രമാണ് വന്നത്. പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക 3 ഘട്ടങ്ങളിലായിട്ട് നൽകി തീർക്കാമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചത്. പക്ഷേ അതിലൊരു വിശ്വാസത ഇല്ലാത്തതുകൊണ്ട് 2 ഘട്ടങ്ങളിലായിട്ട് ഈ കുടിശ്ശിക നൽകണമെന്ന് പറഞ്ഞിട്ട് ഭക്ഷ്യവകുപ്പിന് അതിലൊരു ഉറപ്പ് നൽകാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ടെൻഡറുകാരും വരാത്തതെന്ന് വേണം മനസ്സിലാക്കുക. ഒരുപക്ഷെ ധനവകുപ്പ് ഈ ഒരു നൽകാനുള്ള, ഭക്ഷ്യവകുപ്പിന് നൽകാനുള്ള കുടിശ്ശിക അടച്ചു തീർക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഭക്ഷ്യസാധനങ്ങൾ ടെൻഡർ വിളിച്ച് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്ന മറ്റൊരു ന്യായീകരണം എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് സ്കീം വന്നതോടുകൂടി, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ സംസ്ഥാന സർക്കാരിന് ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്തതാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവാൻ കാരണമെന്നാണ്. നമുക്കറിയാം ഓപ്പൺ മാർക്കറ്റ് സ്കീമൊക്കെ 1 മാസത്തിന് ഇപ്പുറമാണ് വന്നത്. കഴിഞ്ഞ 6 മാസമായി സംസ്ഥാനത്ത് ഭക്ഷ്യവകുപ്പിന്റെ അവസ്ഥ എന്താണെന്നും സപ്ലൈകോകളുടെ അവസ്ഥ എന്താണെന്നും റേഷൻ വിതരണത്തിന്റെ അവസ്ഥ എന്താണെന്നും നമ്മൾ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഒരു ന്യായീകരണമല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷ്യ മേഖലയിൽ അവർക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ കിട്ടാതിരിക്കുക എന്ന് പറയുന്നതും ഒരു തെറ്റായ പ്രവണത തന്നെയാണ്. എന്തായാലും നിലവിലിപ്പോൾ തിരുവനന്തപുരത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഹൃദയ ഭാഗത്തുള്ള സപ്ലൈകോയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെല്ലാം സാധനങ്ങൾ ഇല്ല എന്നല്ലാതെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് ആരും പറയുന്നില്ല. എന്തായാലും കൊച്ചിയിലെ ഒരു അവസ്ഥ കൂടെ നമുക്ക് നോക്കേണ്ടത്. അവിടുന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, തിരുവനന്തപുരത്ത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് സപ്ലൈകോയിൽ കാണാൻ കിടന്നത്. എല്ലാ ട്രാക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നു. ഭക്ഷ്യവകുപ്പും ധനവകുപ്പും തമ്മിലടി തീരുന്നില്ല. ഈ ഉത്സവ കാലത്ത് പോലും ജനങ്ങളെ പട്ടിണിക്കിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പിണറായി സർക്കാരിന്റെ തീരുമാനം. കൊച്ചിയിലെ അവസ്ഥ എങ്ങനെയാണ്? രജനി, ഈ വിഷു റംസാൻ ചന്തകളെല്ലാം തന്നെ ആരംഭിച്ചെങ്കിൽ പോലും കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊന്നും തന്നെ സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം ഗാന്ധിനഗറിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ്. ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റാണ്. എന്നാൽ ഇവിടെ വന്ന കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് നേരത്തെ പങ്കുവെക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാരോട് നേരത്തെ അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് ചെറുപയർ മാത്രം, അതായത് നിലവിലിപ്പോൾ സബ്സിഡി സാധനങ്ങളിൽ ചെറുപയർ മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ജീവനക്കാർ ഈ സ്ഥലത്ത് നിന്ന് നമുക്കിവിടെ ഒഴിഞ്ഞ റാക്കുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. പല സാധനങ്ങളും, അതായത് ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർധനമുണ്ടായിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ സാധനങ്ങൾ പോലും, അവശ്യ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ചേച്ചി, ഈ സബ്സിഡിയുള്ള സാധനം എന്താ ഉള്ളത് ഇപ്പോൾ? ഇവിടെ ഉള്ളത് ചെറുപയർ മാത്രമേ ഉള്ളൂ. ബാക്കി അടുത്ത സ്റ്റോക്ക് ഉടനെ വല്ലതും വരാൻ സാധ്യത? ഏതായാലും ഈ ജീവനക്കാർ, അവർക്ക് തന്നെ ആ കാര്യത്തിലൊരു വ്യക്തതയില്ല. ഈ ഒഴിഞ്ഞ റാക്കുകൾ, അതായത് ഈ പ്രധാനപ്പെട്ട സ്ഥലത്തെ, ഈ എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാന ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഈ സപ്ലൈകോയുടെ ഒരു റീജിയണൽ സെൻ്ററായിട്ടുള്ള സ്ഥലത്ത് റാക്കുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകളാണ് പലതും. ഇതിൽ ചെറുപയർ മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, മറ്റ് ചില താലൂക്കുകളിലെ
സപ്ലൈകോ കേന്ദ്രങ്ങളിലൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ അവിടെ അരിയും എണ്ണയും ചെറുപയറും ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ സപ്ലൈകോയിൽ നിലവിൽ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളൊരു ദുഃഖകരമായ കാര്യങ്ങൾ തന്നെ മാത്രമാണ് ഇവർക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. റംസാനും വിഷുവൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയം, ഈസ്റ്റർ അടുത്തിരിക്കുന്ന സമയം, ഈ സമയത്ത് പോലും ഈ സപ്ലൈകോ അതിൻ്റെ അവസ്ഥ, ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ അവസ്ഥ, അത് വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രജനി, കിരണ, ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഈ ആവശ്യത്തിനുള്ള അരി പോലും ഇല്ല, സബ്സിഡി അരി പോലും ഇല്ല, ആകെ ഉള്ളത് ജയയും മട്ടയും മാത്രമാണ്. അതിന്റെ വില എത്രയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കൊച്ചിയിലും അതേ അവസ്ഥ തന്നെയാണ്. കാരണം ദൃശ്യങ്ങളിൽ എല്ലാ ട്രാക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നു. ആകെ ഉള്ളത് ലോഷനും ബിസ്ക്കറ്റും അതുപോലത്തെയുള്ള മാഗി പോലത്തെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. സബ്സിഡി സാധനങ്ങൾ പോലും ഒരിടത്തും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും രജനി, ഏതായാലും ഈ സർക്കാർ പറഞ്ഞു വെക്കുന്നത് തൽക്കാലം മലയാളികൾ ബിസ്ക്കറ്റും മാഗിയൊക്കെ കഴിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്കാണ് ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലെത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാര്യം പല സ്ഥലങ്ങളിലും ഈ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ഗാന്ധിനഗറിലെ സപ്ലൈകോ ഔട്ട്ലെറ്റ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ വരുമ്പോഴുള്ള സാഹചര്യമാണ് ഈ കാണുന്നത്. ചെറുപയർ മാത്രമേ ഉള്ളൂ. അതായത് ഒരു കഞ്ഞിയും പയറും കഴിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ചെറുപയർ മാത്രമേ ഉള്ള ഒരു സാഹചര്യം. ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അരി ആഹാരം കഴിക്കാൻ രീതിയിൽ അരി വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ സപ്ലൈകോയിലുള്ള. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ റൈസും ശബരി റൈസൊക്കെ ഉണ്ടാവും, ലഭിക്കും എന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലേക്ക് എത്തുമ്പോൾ ഈ സാധനങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഭൂരിഭാഗം റാക്കുകളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. അത് ഇവിടെ മാത്രമല്ല, ജില്ലയിലെ പല സപ്ലൈകോ കേന്ദ്രങ്ങളിലേക്കും ചെന്ന് കഴിഞ്ഞാൽ ഇതേ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും.